ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഏവർക്കും HSK എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ, ഞാൻ ഇന്ന് FC മൊബൈലിൽ എൻ്റെ അക്കൗണ്ടിൽ കുറച്ച് മാച്ചസ് കളിക്കും, ഹെഡ് ടു ഹെഡ് മാച്ചസ് കളിക്കും. ആ മാച്ചിൽ എൻ്റെ ടീമിൻ്റെയും പ്ലേയേഴ്സിൻ്റെയും ടീമിൻ്റെ റിവ്യൂ ആൻഡ് പ്ലേയേഴ്സിൻ്റെ റിവ്യൂ അതായിരിക്കും ഞാൻ എൻ്റെ ചാനലിൽ കൂടുതലായിട്ടും ഉൾപ്പെടുത്താൻ നോക്കുക. പിന്നെ എല്ലാവരും മാക്സിമം ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ബെല്ലൈക്കനും കൂടെ അമർത്തുക. നിങ്ങൾ ഭൂരിഭാഗം ആൾക്കാരും ഷെയർ ചെയ്യാണ്ട്, ലൈക്ക് ചെയ്യാണ്ട്, കമൻറ്റ് ചെയ്യാണ്ടൊക്കെയാണ്. സബ്സ്ക്രൈബും ചെയ്യുക, ഒന്നും ചെയ്യാണ്ടാണ് നിങ്ങൾ കാണുന്നത്. മാക്സിമം ആൾക്കാരിലേക്ക് നിങ്ങൾ ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. വീഡിയോ എന്താണെന്ന് വെച്ചാൽ, ഞാൻ കളിച്ച മാച്ചസ് ആയിരിക്കും ഞാൻ നിങ്ങൾക്കിപ്പോൾ കാണിക്കുക. അതിൽ റിവ്യൂസ് ആയിരിക്കും ഇപ്പോൾ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ലെറ്റ്സ് ഗോ. അപ്പോൾ ഗൈസ്, ഇത് നിങ്ങൾക്ക് മുന്നിൽ എൻ്റെ ഫസ്റ്റ് ഇംപ്രഷനാണ്. നമുക്ക് മാച്ചിലേക്ക് കിടക്കാം. അതിൻ്റെ കിക്ക് ഓഫാണ് കളി തുടങ്ങുന്നത്. അപ്പോൾ ജമാൽ ബെൻസിമ, നമ്മുടെ ലെഫ്റ്റ് ബാക്ക് എനിക്ക് പേര് ഓർമ്മയില്ല. ബെക്കാം. ഷോട്ട് പാളിപ്പെടാ. ലെഫ്റ്റ് ബാക്ക് ഇവിടെ ഓടിക്കാട്ടോ. അതിൻ്റെ ഇടയിൽ കൂടെ മാറാ എടാ. ചാങ്ക്തെ ഓടിക്കടാ. ഇന്ത്യൻ ഇന്റർനാഷണൽ പ്ലെയർ ചാങ്ക്തെ ഓടിക്കണ എടാ. ആ ഫൗൾഡ് ഫ്രീ. ബെൻസിമ to മെസ്സി സ്കിൽ മെസ്സി, ഭയങ്കര മെസ്സി finish shot. Messi, ancora Messi, what a goal. നിങ്ങൾ ഒരു കാര്യം, ഈ മെസ്സിയൊക്കെ നിങ്ങളുടെ അടുത്തുണ്ടെങ്കിൽ ഞാൻ ബോക്സിൻ്റെ കൂടെ നിന്ന് ഫിനിഷ് ഷോട്ടൊക്കെ എടുത്തിട്ടുണ്ടല്ലോ, ഷുവറായിട്ടും ഗോളാണ് ഗൈസ്. യമാൽ ഒരു ബൈസിക്കൽ. ഈ യമാൽ നല്ല ഒരു പ്ലെയറാണ് ഗൈസ്. യമാൽ എടാ, സംഭവം ഇങ്ങോട്ട് കൊടുക്കാൻ നോക്കി, പക്ഷെ അങ്ങടെ പോയത്. ബെക്കാം, യമാൽ എടാ, ബെക്കാം പെട്രോ, യമാൽ അത്രേ ഉള്ളൂ. യമാൽ ഗോൾ അടിക്കടാ എടാ. ബെക്കാം അടിക്ക്. കോർണർ. ബെക്കാമിൻ്റെ ആരെങ്കിലും ഒന്ന് ഹെഡ് ഗൈസ്. എടാ ബെൻസിമ തുറച്ച്. യമാൽ കച്ചിട്ട് ബാക്ക്. ഒരു ഫിനിഷ് ഷോട്ട് അടിക്കാം. ഈ യമാല ഗൈസ് ഞാൻ പറഞ്ഞത്. ഇത് സീൻ യമാല ഗൈസ്. 102 യമാല ഞാൻ 106 ആക്കിയെന്നുള്ളൂ. നിങ്ങൾക്ക് ലോ പ്രൈസ് അല്ല, ഒരു 500 സംതിങ് മില്യൺ വാല്യൂ ഉണ്ട്. എന്നാലും അവർ എമൗണ്ടിൽ നല്ലൊരു റൈറ്റ് വിങ് ലെഫ്റ്റ് വിങ് കളിക്കാൻ പറ്റുന്ന പ്ലെയറും ആണെങ്കിൽ യമാലിനെ ചൂസ് ചെയ്യാം. ഒരു കുഴപ്പമില്ല, വെർത്താണ് ഗൈസ്. ഇതെനിക്ക് ബാക്ക് ഓപ്പൺ ചെയ്ത് കിട്ടിയ യമാലാണ്. വിയറ യെസ്, അടുപ്പിച്ച് 3 ഗോൾ ഗൈസ്. ഹാഫ് ടൈം കഴിഞ്ഞിട്ടുണ്ട്. ഹാഫ് ടൈം മുമ്പ്, ഹാഫ് ടൈമിന് ശേഷം. പാട്രിക് വിയറ അവൻ തലവേന എടുത്ത് ഗൈസ്. ഇങ്ങോട്ടിടുന്നു, നമുക്കൊരു ഇങ്ങോട്ടിടാം. അവന് ഇങ്ങോട്ടിടും, നമ്മൾ ഇങ്ങോട്ടിടും. യമാലെടുക്കടാ, അത്രയോടാ ഡ്രിബിൾ ചെയ്യടാ. അവനൊക്കെ എടാ ഫൗൾ, എവറി ഫൗൾ. യെല്ലോ കാർഡ്, റെഡ് കാർഡ്. എൻ്റെ ചെക്കനെ തൊട്ടു. കിങ് എന്തിനാ വിയറ പെട്രോ എടാ. പിന്നെ ഗൈസ്, വിയറിന് എനിക്ക് ഇന്നലെ പിന്നാന്നിട്ട് പാക്ക് തുറന്നപ്പോൾ കിട്ടിയ വിയറാണ് ഗൈസ്. ഞാൻ റെക്കോർഡ് ചെയ്യാൻ മറന്നു. വന്നിട്ടുണ്ട്, ഇല്ല അത്രേ ഉള്ളൂ. വിയറ സീൻ ഗൈസ്. പെട്രോ ത്രൂ കൊടുക്ക്. എടോ ആടാ പോടാ, അത്രേ ഉള്ളൂ. എടാ ഇത് ആര് ഫൗളാ ഗൈസ്. ഫൗൾ. നമുക്കൊരു ഫൗൾ ഇടുന്നുണ്ട് ഡേവിഡ് ബെക്കാമിൻ്റെ. എടാ ഇപ്പോഴൊന്നും എടുക്കാൻ പറ്റില്ല. പാസ് കൊടുക്കാം. ഇമാൻ എടാ മെസ്സി. ഓ ചാത്തേ
എടാ എംബാപ്പെ പോടാ. എടാ ആരെങ്കിലും എംബാപ്പനെ പിടിക്കടാ. എടാ കീപ്പർ വാ. അത്ര ഉള്ളു യാഷിനെ. എടാ അടുത്തത് അതൊന്ന് ഒഴിവാക്കി. എടാ ആരെയും വാടാ. എടാ യാഷിൻ്റെ കഷ്ടപ്പാടൊക്കെ പോയടാ. എൻ്റെ ക്ലീൻ ഷീറ്റ് പോയടാ. എന്തായാലും നല്ല കളിയായിരുന്നു മെസ്സി. നമുക്ക് കുറച്ച് മെസ്സിയുടെ ആട്ടം കാണിച്ച്. എടാ എന്താണിത് മെസ്സി മേക്കാണ്. എടാ അവൻ തെറിച്ചു മെസ്സിയുടെ കുത്തിട്ട്. എടാ നമ്മളെ തുടങ്ങിയില്ലേ അങ്ങനെ അവനിക്ക് റഫറി എടാ ഒന്ന് എടുക്കടാ. എന്താ അത് ഏടാ യമാലെട് കൊടുക്ക് സ്കില്ലിട്. അത്രേ ഉള്ളു. ഒന്നും കൂടെ. എടാ ഇത് പുറത്തേക്കായില്ല. നമ്മൾ കളി ജയിച്ചു ജയിച്ചു. ഗൈസ് അപ്പോൾ അടുത്ത മാച്ചിലേക്ക് പോകും. ഇതാണ് ഗൈസ് നെക്സ്റ്റ് മാച്ച്. അപ്പോൾ നമ്മുടെ ഓപ്പണൻ്റ് ചെയ്യുന്നതാണ് അവൻ്റെ ടച്ചാണ് ഗൈസ്. സോവി സിമൻസ് ആണ് ടച്ച് എടുക്കുന്നത്. റൂഡ് ഗുലറ്റ്. ഇവനെ കളിക്കാറിയ ഗൈസ് സീനാണ്. ബ്രണ്ടൻ ജോൺസൺ. കിങ്ങിനെ എന്ത് യമാൽ പെഡ്രോ സ്കില്ലിട്. യമാൽ ഓടിയില്ല. അല്ലെങ്കിൽ ഞാൻ യമാലിനെ കൊടുത്തിട്ടുണ്ടാവും. കാക്ക ബെൻസിമ. ബെൻസിമ ഗോൾ അടിക്കുക. അങ്ങനെ പ്രതീക്ഷയുടെ ഗൈസ്. ചിലപ്പോൾ തൊലക്കി പറഞ്ഞല്ലേ 150 റേറ്റിംഗ് കൊണ്ട് വേണ്ടൊന്നും കാര്യമില്ല. ചങ്ങായി അത്ര നല്ല പെർഫോമൻസ് അല്ല. വിയറ വേണ്ട ഗൈസ്. റോക്ക് സോളിനാണ് യമാൻ. ക്രോസ് ആയിരിക്കും കിട്ടൂല. വിയറ എടുക്കുക. എടാ 4v3 ഗൈസ്. അല്ല ഇപ്പോൾ 4v3 ആയിട്ടുണ്ട്. ജോൺസൺ കിട്ടിയടാ. എടാ ജോൺസൺ പോടാ. എടാ 102 ജോൺസണും റാങ്ക് 104 പോട്ടെ. പൊട്ട ജോൺസണും കൊണ്ട് അവൻ ഗോൾ അടിച്ചടാ. പേടിക്കണ്ട ഗൈസ്. ഈ കളി ഞാൻ കംബാക്ക് അടിച്ചിരിക്കും. എൻ്റെ ഫസ്റ്റ് ഇംപ്രഷനിൽ ഒരു കളി പോലും ഞാൻ തോക്കില്ല ഗൈസ്. ഈ കളി ഞാൻ കംബാക്ക് അടിച്ചിരിക്കും പറഞ്ഞാൽ അടിച്ചിരിക്കും. മെസ്സി അവനൊക്കെ വട്ടം കറക്കടാ. അത്ര ആളാ. ഈ മെസ്സി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടം പോലെ പ്ലേയേഴ്സിനെ വട്ടം കറക്കിപ്പിക്കുക ഗൈസ്. ഉണ്ടോ ഈസി ടച്ചസ് ആണ്. അതേപോലെ തന്നെ യമാലിൻ്റെ ഡ്രിബ്ലിങ് സീനാണ്. എടാ ഫൗള് മാത്രമേ ഉള്ളൂ. ഇതൊക്കെ ഈ ഫ്രീക്കിലും നന്നായിട്ട് ആരെയും തലക്കിട്ട് കൊടുക്കുക. ആരാണത് വിയറെ തോന്നുന്നു. എടാ ആരുടെയും തലയ്ക്കും പോയില്ല. ജോൺസൺ ഒലക്കമുങ്ങൻ. ഭാഗ്യം ഇതിന് എംബാപ്പനെ പോലെ റെയിൻബോ ഇല്ലാത്തത്. ഇല്ലെങ്കിൽ അവൻ പോയിട്ടുണ്ടാവും. രക്ഷപ്പെട്ടു. കളിക്കാം. കുറച്ച് ബിൽഡപ്പ് ചെയ്ത് കളിക്കാം. സ്മെല്ല് പാസ് ചെയ്ത് കളിക്കാം. യമാൽ ജോൺസൺ പിന്നാലെ വരുന്നുണ്ട് വെപ്പിക്കാനായിട്ട്. പെഡ്രോ അടിക്കണം. പെഡ്രോ എടാ മെസ്സി ഫിനിഷ് അടിക്കാം. അവാർഡ് സീന് ഗൈസ്. യമാൽ ഗൈസ് അവാർഡ് സീന് കളി ഗൈസ്. ആ കോർണറിൽ കുത്തിയിടുവോ വിയറാ. എടാ യമാൽ പെഡ്രോ മെസ്സി സ്പേസിക്കുക. വിളിച്ചടാ. എനിക്ക് സ്ട്രാറ്റജി മനസ്സിലുണ്ട് ഗൈസ്. സെക്കൻഡ് ഹാഫിൽ നമുക്ക് പിടിക്കാം. ഈ യമാലിൻ്റെ ഒരു പ്രത്യേകത എന്താ ചോദിച്ചാൽ ഗൈസ്, ഈ യമാൽ കറക്റ്റായിട്ടുണ്ടല്ലോ. നമ്മളിപ്പോൾ കറക്റ്റായിട്ട് ഒരു ബോൾ ഇട്ട് കൊടുത്താൽ ഏതൊരു എതിരാളിയാണെങ്കിൽ കറക്റ്റായിട്ട് ആ എതിരാളി ഓടി തോൽപ്പിക്കും ഗൈസ്. ഈ യമാലിൻ്റെ ഒരു പ്രത്യേകതയാണത്. ഞാൻ കാണിച്ചത് ഗൈസ്. മെസ്സി അത്ര ഉള്ളൂ. അത്ര ഉള്ളൂ. മൂന്നാല് പേര് വന്നാലേ ഈ മെസ്സിനൊക്കെ വെട്ടിക്കാൻ പറ്റുള്ളൂ ഗൈസ്. അത് ഈ മെസ്സിൻ്റെ ഒരു പ്രത്യേകതയാണ്. എടുക്കാർ യമാൻ കൊടുക്കുക. ഞാൻ പറഞ്ഞ ഇതാണ് പ്രത്യേകത ഗൈസ്. ഇനി ഞാനിങ്ങനെ കട്ട് ബാക്ക് കൊടുക്കും. അങ്ങനെ ബെൻസിമ ഗോൾ അടിക്കും. ബെൻസിമ കം ഓൺ ഗൈസ്. നമ്മൾ ഒരു ഗോളും കൂടെ അടിച്ച് കളി ജയിക്കുന്നതായിരിക്കും ഉറപ്പ്.
ഇത്രയും നേരം ഞാനാ കളിച്ചത്, ഇനി ഞാൻ തന്നെ കളിക്കും. അവനെ ഒന്ന് ഇനി പോസ്റ്റിക്ക് അടുപ്പിക്കണം ഗൈസ്. നോക്കാം. ജോൺസൺ അത് സ്കില്ലിട്, അത്രയാവപ്പെട്ടോ സ്കില്ലിട്, അത്ര ഒന്നുകൂടെ. എടാ ബെക്കാം അത്ര എടുക്ക് പോലെ പോയി. ത്രോയിങ് എടുക്കടാ. എടാ ഈ ജോൺസൺ എന്താ എല്ലായിടത്തും കളിക്കുന്നത്? സിമൻസ് മൈക്കോൺ എടാ ബാക്കി എങ്ങനെ വെച്ചിട്ട് അവനെ കൊണ്ട് അടുപ്പിക്കില്ല പറഞ്ഞാണ്. കോർണ ഇനി ഇത് ഡിഫെൻഡ് ചെയ്യണ്ട്. മെസ്സിക്ക് ഒരു കൗണ്ടർ കിട്ടി എന്തായാലും മെസ്സി ഗോൾ അടിക്കും ഗൈസ്. ഞാൻ 100% ഷുവറാണ്. അതാണ് മെസ്സിൻ്റെ പ്രത്യേകത. അങ്ങനത്തെ കുറേ പ്രത്യേകതകളുണ്ട്. കൗണ്ടർ കിട്ടിയ മെസ്സി ഗോൾ അടിക്കും. ഇവൻ എന്താ കാട്ടണം? ഒന്ന് നേരെയല്ലോ, ഒന്ന് എടുക്കുക. എടാ എന്താണ് അവന് എത്ര പൊസിഷൻ കൊടുക്കുന്നില്ല. ക്ലിയർ ചെയ് പെഡ്രോ ബെൻസിമ. മെസ്സി കൊടുക്ക്. ആൻഡ് ഇനി ഒന്നും പറയാനില്ല ഗൈസ്, ഇറ്റ് വിൽ ബി എ ഗോൾ. ഒന്നും പറയാനില്ല, ഇറ്റ് വിൽ ബി എ ഗോൾ. എടാ ഗൈസ് നടേ കൂടെ ഗോൾ. സീന് ഗോൾ ഗൈസ്, സീന് ഗോള്. ഞാൻ പറഞ്ഞില്ലേ കംബാക്ക് അടിക്കും പറഞ്ഞാൽ കംബാക്ക് അടിക്കും. ഞാൻ റിപ്ലൈ കാണിച്ചിട്ടോ ഗൈസ്. അയ്യോ നഡ്മക്കിയുടെ ഗോൾ. വാവ് ഷവാടിൽ നിന്ന് എടുക്കണ്ട ഗൈസ്. 102 കീപ്പറാണ്, അതിന് 105 ആക്കിയ കീപ്പറാണ്. അവിടെ നിന്ന് എടുക്കണ്ടെന്ന് ഞാൻ പറയുന്നത്. നിങ്ങളാരും നിങ്ങളെന്നാൽ മൈക്കോൺ എടുക്കുക, അതാണ് ഉള്ളതിൽ വെച്ച് അത്യാവശ്യം നല്ലൊരു ഓപ്ഷൻ. ഒന്നുകൂടെ ഞാൻ മേലെ ഓടുന്നുണ്ട്, കൊടുക്കാം. ഈ ചെയിൻ്റെ സ്പീഡ് നോക്കും ഗൈസ്. അടിച്ചാൽ മതിയായിരുന്നു. എന്തായാലും നമ്മൾ ജയിച്ചിട്ടുണ്ട് ഗൈസ്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഗൈസ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ.